എൻ്റെ അടുത്ത് പ്രേക്ഷകർ തന്നെ പറയും ചേച്ചി മുടിയൊക്കെ പോയി കേട്ടാ. ഞാൻ മുടിയൊന്ന് പോട്ടെ അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരുന്നാണ് റിവ്യൂ പറഞ്ഞത്. അങ്ങനെ തോന്നി ഷെബി പറഞ്ഞ എടി മുടി ഈ റൂം നിറച്ച് സ്റ്റുഡിയോ നിറച്ച് നിന്റെ മുടിയാണ്, ദയവ് ഇത് നീ എന്തെങ്കിലും നോക്ക്. അങ്ങനെയാണ് ദൈവമേ എൻ്റെ മുടി പോയില്ലെന്ന് പിന്നെ ഞാൻ ആലോചിക്കുന്നത്. പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ഡോക്ടറാണ്, അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ റെഫറൊക്കെ ചെയ്ത് അമ്മേനെ അത് കുറച്ച് അമ്മ ഡോക്ടറാണ്, പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ അധികം വയസ്സായി, എന്നാലും ഞാൻ നല്ല റെഫറൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടി തന്നെ മുടി വളരണം എന്നുള്ള രീതി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയപ്പം ഞാൻ ആർക്കും കൊടുത്തില്ല. കാര്യം ആര് നമ്മളൊരു ഇത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കാൻ വേണ്ടി അപ്പൊ കുറെ പേര് ചോദിച്ചു, അപ്പൊ കൊടുക്കാൻ വേണ്ടി അപ്പൊ കൊടുക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കി. ഇപ്പൊ 5 months ആയി. ഇപ്പൊ എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങി, താരനൊക്കെ. അപ്പൊ അങ്ങനെ ഇതിപ്പോ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് രേവതി നിർത്തല്ലേ നിർത്തല്ലേ. ഞാൻ പറഞ്ഞ് ബിഗ് ബോസ് സമയത്ത് എന്നെ കിട്ടത്തില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. മേടിച്ചു വെച്ചോ. അല്ല ആ കൂട്ടത്തിൽ ഇപ്പം എനിക്ക് പേഴ്സണലി ചോദിക്കല്ലേ എത്രയാണ് റേറ്റ്? നമ്മള് സ്വാഭാവികമായിട്ട് എല്ലാവരും ഇങ്ങനെ റിസൾട്ട് ഉണ്ടല്ലേ. റിസൾട്ട് ഉണ്ട്. കാര്യം നമ്മളെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, പ്യുവർ വെളിച്ചെണ്ണയാണ്. അപ്പൊ വെളിച്ചെണ്ണയുടെ ഏറ്റവും റെക്കോർഡ് വർത്തനമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഇതിൽ എനിക്ക് വിഷമമാണ്. കാര്യം കൂട്ടായിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ അല്ലാത്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഈ കുറെ ആർട്ടിഫിഷ്യൽ വെളിച്ചെണ്ണയൊക്കെ മാർക്കറ്റിൽ കിട്ടും, അതൊന്നും ഉപയോഗിക്കാനും പറ്റില്ല. കാര്യം റിസൾട്ട് കിട്ടണമല്ലോ. ഇത് കുറുക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രീമിയം റേറ്റിൽ നമ്മൾ കൊടുക്കും. ഞാൻ റിസൾട്ട് ഉണ്ടല്ലോ, അപ്പം വെളിച്ചെണ്ണയാണ്, പ്യുവർ ആണ്, നല്ല സാധനമാണ്. അപ്പം അതിന് നമുക്ക് എല്ലാവരും അഫോർഡബിൾ ആണ്, എന്തായാലും മേടിക്കുന്നുണ്ട്.